രാഹുൽ മാങ്കൂട്ടത്തിന്റെ അതുപോലെ തന്നെ നമ്മുടെ മന്ത്രി വീണയുടെയും കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. മന്ത്രി വീണ പാലം ഉദ്ഘാടനം ചെയ്യാമെന്നത് എല്ലാവരും കണ്ടു കാണുമല്ലോ. പണി പോലും കഴിയാത്തത് 8 വർഷം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പാലമാണ്. ഇപ്പോൾ ഇലക്ഷൻ വരാൻ പോവല്ലേ, അപ്പോഴത്തേക്ക് ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ ആയിട്ട് ചേച്ചി വന്നിട്ടുണ്ട്. ഞാൻ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് വെച്ച് തരാം, കണ്ട് മനസ്സിലാക്കുക. ജനങ്ങളെ, നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം. നിങ്ങളെല്ലാവരും ഈ പറയുന്ന രാഹുലിനെ കുറ്റപ്പെടുത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അദ്ദേഹം ഈ പറയുന്ന 1.5 വർഷം മാത്രമായിട്ടുള്ള MLA ആയത്. ആ സമയത്ത് തന്നെ അദ്ദേഹം 3ാമത്തെ വീടാണ് ഇപ്പോൾ വെച്ചു കൊടുക്കാൻ പോകുന്നത്, സ്മൈൽ പദ്ധതി എന്നും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ വീടും കാര്യങ്ങളും താക്കോൽ ദാനങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മന്ത്രി വീണ ഞാനൊന്ന് വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ് ചെയ്തിട്ട് ചാനൽ കാണുക, ലൈക്ക് കൊടുക്കുക, കമൻറ്റ്. ഞാൻ ഇപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ജസ്റ്റിസ് ഫോർ രാഹുൽ എന്ന് കൊടുക്കുക. എന്നിട്ട് വീണയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. രാഹുലിനെ ഇഷ്ടപ്പെടുന്നവർ, രാഹുൽ ഇലക്ഷന് നിൽക്കാൻ താല്പര്യമുള്ളവർ അത് ലൈക്കായിട്ട് കൊടുത്താൽ മാത്രം മതി. അത് ഒരു ലൈക്ക് ഒരു വോട്ടായിട്ടാണ് ഞാൻ കാണുന്നത്. ഓക്കെ, എന്തായാലും നമ്മുടെ മന്ത്രി വീണ ചേച്ചിയുടെ കണ്ടിട്ട് വരാം. കള്ളി പൂങ്കുയിലെ കോഴഞ്ചേരി പാലത്തിന് പണി ഇഴഞ്ഞിഴഞ്ഞ് അവസാന ഘട്ടമെത്തി. വൈകിട്ട് 5 മണിക്ക് ഉദ്ഘാടനം പ്രഖ്യാപിച്ചു. ആദ്യം ഇറങ്ങിയ പോസ്റ്റർ കോഴഞ്ചേരി പാലം ഉദ്ഘാടനം. കുറച്ചു കഴിഞ്ഞപ്പോൾ മന്ത്രിക്കടക്കം ബോധ്യപ്പെട്ടു പാലം ഉദ്ഘാടനം വലിയ തിരിച്ചടിയാകും, അതുകൊണ്ട് അപ്രോച്ച് റോഡ് ഉദ്ഘാടനം ചെയ്യാമെന്ന് പുതിയ പോസ്റ്റർ ഇറക്കി. ഉദ്ഘാടനം തീരുമാനിച്ചിരുന്നത് വൈകിട്ട് 5 മണിക്ക്. അപ്പോഴാണ് 4 മണിക്ക് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നത് അറിഞ്ഞത്. ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ജനങ്ങളെ കഴുത്തറക്കുന്ന ഒരു സ്ത്രീ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കും, ഒരു ഉളുപ്പ് വേണ്ടേ, ഒരു ഉളുപ്പ് മാനമൊക്കെ വേണ്ടേ സ്ത്രീയെ നിങ്ങൾക്ക്? നിങ്ങൾ ഇപ്പോഴും ആ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എങ്ങനെ തോന്നുന്നുണ്ട് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ ഇത്രയും ആക്റ്റീവായിരിക്കുന്ന ഈ ഒരു സമയത്ത് വന്നിട്ട് ഇവർ ഇങ്ങനെയൊക്കെ കാണിക്കാന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോഴും പഴയ കമ്മ്യൂണിസം പിടിച്ചോണ്ടിരിക്കുക, പഴയ രീതിയാണെങ്കിൽ ആൾക്കാരെ പറഞ്ഞ് പറ്റിക്കുക. പണ്ട് ഏതെങ്കിലും ചായക്കടയിൽ ഒരു അപ്പൂപ്പന്മാരുണ്ടെങ്കിൽ അവരുടെ അടുത്ത് വന്നിട്ട് എന്തെങ്കിലും ഇത് കാര്യങ്ങൾ പറയാം, അവർ 10 ആൾക്കാരോട് പറഞ്ഞു നടക്കുക. അങ്ങനെ പ്രൊമോഷൻ കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് പണ്ടത്തെ കാലത്ത്. ഇപ്പൊ കാലമൊക്കെ മാറി, പഴയതും പുതിയതുമായിട്ട് പൊക്കിക്കൊണ്ട് വരുന്ന ഒരു കാലമാണ്. എന്തായാലും ഈ ഒരു സ്ത്രീ ഞാൻ വെക്കാം, നിങ്ങൾ കാണത് ഒരു നാണവും മാനവും ഇല്ലാത്തൊരു വർഗം. ഉദ്ഘാടനം 2:30-ആക്കി. പാലത്തിന്റെ പണി കഴിഞ്ഞു, പെയിന്റിംഗ് മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ് CPM ജില്ലാ സെക്രട്ടറി രാജു ഇബ്രഹാം പറഞ്ഞത്. കോഴഞ്ചേരി പാലത്തിന്റെ അവിടെ ഇനി പെയിന്റിംഗ് അല്ലേ ബാക്കിയുള്ളൂ, ബാക്കി അവിടുത്തെ പ്രധാന നിർമ്മാണ പ്രവർത്തനം എല്ലാം പൂർത്തിയായി കഴിഞ്ഞു. കോഴഞ്ചേരിയിൽ ചെന്നപ്പോൾ കണ്ടത് പണി പലതും ബാക്കി കിടക്കുന്നതാണ്. എന്തായാലും ഒരു സ്കൂട്ടറിലും തൂണിലുമായി റിബൺ വലിച്ചു കെട്ടി 3:30 തന്നെ മന്ത്രി അപ്രോച്ച് റോഡ് ഉദ്ഘാടനം ചെയ്തു. ഒപ്പം ഉടനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഗുരുവായൂർ റൂട്ടിലുള്ള ബസിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. മനോരമ ന്യൂസ്, പത്തനംതിട്ട. അന്തസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. എടാ, അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളായ നിങ്ങളോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിനക്കൊക്കെ നാണവും മാനവും ഇല്ലടാ? നിനക്കൊക്കെ പാർട്ടി പരിപാടിക്കാന്നും പറഞ്ഞിറങ്ങാൻ, ഇതുപോലുള്ള തോന്നിവാസം കാണിക്കുന്നതിനൊക്കെ കൂട്ടു നിൽക്കാനൊക്കെ നിനക്കൊന്ന് നാണം മാനവും ഇല്ലേ? ടാറ്റ കൊടുക്കുന്നു ഓരോരുത്തരൊക്കെ. നിങ്ങളെപ്പോലുള്ളവരെ പറ്റിക്കുക ചെയ്യുന്നത്. ഇപ്പം അത്രയും ആൾക്കാർ അവിടെ കൂടിയിരിക്കുന്ന അത്ര ആൾക്കാർ, ഞാൻ ആലോചിക്കും ഇത്ര മണ്ടരാണോ എന്ന് ഞാൻ ആലോചിക്കുന്നത്. പാർട്ടിയുടെ കൂറും കാര്യങ്ങളൊക്കെ വേണം, പക്ഷെ ഇതുപോലുള്ള പല തന്തയ്ക്ക് പറക്കാത്ത സ്വഭാവങ്ങൾ കാണിക്കുന്നതിന് എതിർത്ത് നിന്നാലേ ഗുണമുണ്ടാവും ഭാവിയില്ല. ഞാൻ സീരിയസ് ആയിട്ട് പറയാം. കാരണം ഇവറ്റകൾക്കൊക്കെ ചുക്കാൻ പിടിച്ചുകൊണ്ട് നടക്കുവാണെങ്കിൽ കൂടെ നിൽക്കുന്ന പാർട്ടിക്കാരെ നിങ്ങൾക്ക് പോലും അവസാനം, ഞാൻ പറഞ്ഞാൽ കൂടിപ്പോവും, വലിച്ചിരിക്കേണ്ട അവസ്ഥ വരും. ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ. അതിനു മുമ്പേ KSUക്കാരുടെ ഒരു കാര്യം ഞാൻ വെച്ച് തരാം. ആ KSUക്കാരാണല്ലോ പുള്ളിയുടെ പെടലിക്ക് കുത്തിന് പിടിച്ചെന്നൊക്കെ പറഞ്ഞ് ഒരു ന്യൂസ് ഉണ്ടാക്കാൻ നോക്കിയായിരുന്നല്ലോ. ഇല്ല, കത്രിക വിഷയം വന്ന് ഭയങ്കര ഇഷ്യൂ ആയപ്പോഴാണ് ഇവിടെ കൊങ്ങ കയറി പിടിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ റിപ്പോർട്ട് ഞാൻ അതൊന്ന് വെച്ച് തരാം. പിന്നെ ഒരു കാര്യം കൂടി, ആരോഗ്യമന്ത്രിയെ KSUക്കാരെ ആക്രമിച്ചു എന്നുള്ളതിന്റെ കോടതിയിൽ അവർക്ക് ജാമ്യം കൊടുത്തിട്ട് പറഞ്ഞിരിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥർ കൊടുത്തിരിക്കുന്ന മൊഴി ഒരായുധം അവർ ഉപയോഗിച്ചിട്ടില്ല. കേട്ടല്ലോ, ഒരായുധം പോലും KSUക്കാർ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ അതിന്റെ തെളിവ് സഹിതം ഒരു വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തന്നെയാണ്. തെളിവ് സഹിതം. അതായത് ആ സ്ത്രീയുടെ, വീണയുടെ കൂടെയുള്ള ഒരു വ്യക്തിയുടെയാണ് ഒരു കറുത്ത ഷർട്ടും ഒരു ബാഗ് ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അടുത്തൂടെ പോയത്. അതുവരെ വളച്ചൊടിച്ച് KSUക്കാരാക്കി. അന്ന് KSU കറുത്ത കൊടിയും ഒക്കെ ഇട്ടുകൊണ്ട് അവരുമൊക്കെ ചെയ്തത്. കറുത്ത കൊടിയില്ല, കറുത്ത ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് വന്നപ്പോൾ അത് അവരുടെ തല വെച്ച് കൊടുക്കാൻ നോക്കി. അങ്ങനത്തെ ഒരു നാറിയ പാർട്ടിയാണ്. ഈ നാശങ്ങൾ ഇനിയും വന്നാൽ കേരളം മുടിഞ്ഞ് ഒരു ഇതായി പോകും. ഉള്ള കാര്യം പറയാം, കാലിത്തൊടുത്തായി പോകും. അതിനേക്കാളും ഭേദം BJP വരുന്നതാണ്. കണ്ണൂരിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ പ്രതിഷേധിച്ച് KSU പ്രവർത്തകരുടെ കയ്യിൽ ആയുധമില്ലെന്നും കരിങ്കൊടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്നും പോലീസുകാരുടെ മൊഴി. കണ്ണൂർ എന്തായാലും പോലീസിന് ആദ്യമായിട്ടൊരു കൈയടി എന്റെ വക. ടൗൺ സ്റ്റേഷനിലെ 3 പോലീസുകാരാണ് മൊഴി നൽകിയത്. ആയുധം ഉപയോഗിച്ച് അവരെ ആക്രമിച്ചു, അവരെ പരിക്കേൽപ്പിച്ചു എന്നാണ് FIR. ഒരായുധം ഉപയോഗിച്ചിട്ടില്ലെന്ന് അതേ പോലീസ് മൊഴി കൊടുത്തിരിക്കുകയാണ്. കലക്കി അതാ വേണ്ടത്. ഇപ്പൊ മനസ്സിലായല്ലോ ജനങ്ങളെ നിങ്ങൾക്ക്. ഇനി ഇവറ്റകളെ കുറിച്ച് ജനം പറയുന്ന കേൾക്കണം. പിന്നെ കുടുംബക്കാർ തന്നെ പറയുന്നുണ്ട് ഇലക്ഷന് നിർത്തരുത് ഈ സ്ത്രീയെ എന്നുള്ള രീതിയിലാണ്. കാരണം അവർക്ക് തന്നെ നാണക്കേടായി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഞാൻ ആ ഒരു വീഡിയോ കൂടെ വെച്ച് തരാം.
വരൂ ആ വാ. CPIM-ന്റെ കപട നാടകമാണിതെന്നും പ്രതിപക്ഷവും ആണയിട്ട് പറയുന്നു. സമൂഹ മാധ്യമങ്ങളിലാകട്ടെ പരിഹാസങ്ങൾ ഇങ്ങനെ കൊഴുക്കുകയാണ്. ഈ ഘട്ടത്തിൽ നമ്മൾ ജനങ്ങളോട് ചോദിക്കുകയാണ്, വീണ ജോർജ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ആക്രമിക്കപ്പെട്ടോ? അങ്ങനെയെങ്കിൽ ആ രാഷ്ട്രീയം ശരിയോ? അതല്ല മന്ത്രിയുടേത് വെറും നാടകമാണോ? ജനം പറയട്ടെ. മുബാറക്ക് കുറച്ച് ആളുകളോട് ചോദിച്ചിട്ടുണ്ട്, എന്താണ് ജനങ്ങൾ പറയുന്നത് എന്ന് നമുക്കൊന്ന് കണ്ടുവരാം. പൊതുജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അവർ ഓരോന്നൊക്കെ പറയണതാ, അല്ലാതെ അതിലൊരു വസ്തുതയില്ലെന്നാണ് അഭിപ്രായം. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, അവർ നാടകമാണ്, അഭിനയമാണ് എന്ന് പറയുന്നു ആൾക്കാരൊക്കെ, നമ്മുടെ നാട്ടിലെ ജനങ്ങളൊക്കെ പറയുന്നുണ്ട്. ഹരിയാഹാരം കഴിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം പക്ക നാടകമാണെന്ന്. മനസ്സിലായില്ലേ? പഴയ നാടക നടിയുടെ അഭിനയമാണ്. ഇതുപോലെ അഭിനയിച്ചാണ് കേരളത്തിലെ ജനങ്ങളെ കയ്യിലെടുത്തത്. കഴിഞ്ഞ ഇലക്ഷൻ ആണെങ്കിൽ പോലും പടലിക്കാതാണ്ട് ചുറ്റിക്കൊണ്ട് നടക്കുകയൊക്കെ ചെയ്തു. ഇനിയെങ്കിലും മാറ്റിക്കൂടിയ സ്ത്രീയെ ആണക്കട്ട വർഗം. മെഡിക്കൽ റിപ്പോർട്ട് ഓരല്ല ഭരിക്കുന്നത്, നോർക്ക് അനുകൂലമായിട്ടല്ലേ ഉണ്ടാവുള്ളൂ. ഇത് കാണുന്ന ആൾക്ക് ജനങ്ങൾക്ക് മനസ്സിലാവില്ലേ? എടേ ഭാഗ്യം, അവർ ഭരിച്ചാലും അനുകൂലം നമുക്കായിട്ടാണ് ഇപ്പോൾ കേട്ടോ വന്നിരിക്കുന്നത്. പിള്ളേർക്ക് ജാമ്യം കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലത്തെ ഉള്ള നാടുകളൊക്കെ ഈ നാട് ഭരിച്ചാൽ മുടിഞ്ഞു പോകുമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് കുറച്ചും കൂടെ സങ്കടം വരുന്നത്. ബുദ്ധി വിവേകമുള്ള ആൾക്കാരല്ലേ? പ്രതിഷേധിക്കുന്നത് നല്ലതാണ്. ഇതിൽ വീണ ജോർജിന്റെ അല്ല നാടകം. ഇത് ഒന്നാം പ്ലാറ്റ്ഫോമിൽ നിന്ന് പ്രതിഷേധക്കാരായിട്ട് പ്രശ്നമുണ്ടായ മന്ത്രി മൂന്നാം പ്ലാറ്റ്ഫോമിൽ എത്തുന്നവരെ ഒരു കുഴപ്പമില്ല. അവിടുത്തെ സ്പീക്കർ മുഖ്യമന്ത്രിയെ വിളിക്കുന്നവരെ കുഴപ്പമില്ല. മോനെ പോയിന്റ് ഒന്നാം പ്ലാറ്റ്ഫോമിൽ നിന്ന് മൂന്നാം പ്ലാറ്റ്ഫോമിലോട്ട് പോകുന്നവരെ ഒരു കുഴപ്പമില്ല. മന്ത്രിയെ വിളിക്കുന്നവരെ ഒരു കുഴപ്പമില്ല. സ്പീക്കറിനെ വിളിച്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ നാടകങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ കൈയുടെ പാട് അത് ഇത് മറ്റേത് മറിച്ചതെന്നും പറഞ്ഞിട്ട് നിങ്ങൾക്കൊക്കെ ഒരു നാണവുമാനവും ഇല്ലെന്ന് ഓർക്കുമ്പോഴേ കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാമെന്ന് മനസ്സിലായോ? കേരളത്തിലെ ജനങ്ങളെ അങ്ങ് പറ്റിച്ച് കളയാമെന്നങ്ങ് ചേച്ചിക്ക് അങ്ങ് തോന്നിയെങ്കിൽ അങ്ങ് തെറ്റിപ്പോയി. ഇപ്പോഴത്തെ ആൾക്കാർക്ക് വിവരമുണ്ട്. കഴിഞ്ഞ വട്ടം കൊടുത്ത പപ്പടത്തിൻ്റെയും പരിപ്പിൻ്റെയൊക്കെ കണക്ക് വെച്ച് നിനക്കൊക്കെ വോട്ട് തന്നിട്ടുണ്ട്. ഈ വട്ടം അവർ ആ വോട്ട് തരത്തില്ലെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷൻ ഉണ്ടായിരുന്നല്ലോ, പഞ്ചായത്ത് ഇലക്ഷനും കാര്യങ്ങളൊക്കെ, അതോടെ എനിക്ക് മനസ്സിലായാണ്. ആ സമയത്ത് പെൻഷൻ കൂട്ടുന്നു, അത് കൂട്ടുന്നു, മറ്റു കൊടുക്കുന്നു. മാണി വന്നിട്ട് ഒരു തൊലിഞ്ഞ വർത്താനം പറഞ്ഞു, കിറ്റും മേടിച്ചും നക്കിയിട്ട് അവർക്ക് കൊണ്ട് വോട്ട് കൊടുത്തെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ കട സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ബാക്കി കൂടെ നോക്കാം. മുഖ്യമന്ത്രി വിളിച്ചതിന് ശേഷമാണ് മന്ത്രിക്ക് രേഖാശ്വാസവും മറ്റു പ്രശ്നങ്ങളും അസുഖങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അത് ആരാണ് നാടകം? വീണ ജോർജിന്റെ അല്ല. അതിന്റെ കഥ, തിരക്കഥ, സംഭാഷണവും സംവിധാനവും മുഖ്യമന്ത്രിയാണ്. ശരിക്കും ഇതിന്റെ അവാർഡ്, നാടകത്തിന്റെ അവാർഡ് കൊടുക്കേണ്ടത് മുഖ്യമന്ത്രിക്കാണ്. വീണ ജോർജിന് പരിക്ക് പറ്റിയിട്ടില്ല, പുള്ളിക്കാരത്തിന് എടുത്തെത്തിയിട്ടില്ലല്ലോ. അതൊക്കെ വെറും ഒരു നാടകമാണ്. അങ്ങനത്തെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല. അവർ പ്രതിഷേധിച്ചിരിക്കുന്ന കരിങ്കുടി പ്രയോഗമൊക്കെ നടത്തിയിരിക്കുന്നത് അതൊരു ആവശ്യമില്ല. അത് വളരെയധികം CPM-നെ സംബന്ധിച്ചോളം നാണക്കേടാണ്. മെയ് മാസമല്ല ഇലക്ഷൻ വരുന്നത്. അത് അതിനോടൊക്കെപ്പെടുത്താണ് വരുന്നില്ല ചെയ്യാൻ. പൊളിച്ച് ജനങ്ങൾ മണ്ടന്മാരല്ല, ഞാൻ കൈയടിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ വോട്ടെണ്ണാൻ പോകുമ്പോഴും, വോട്ടെണ്ണാനല്ല വോട്ട് കൊടുക്കാൻ പോകുമ്പോഴും വേണം. അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വന്ന് കയറിയതിന് ശേഷം അദ്ദേഹം കുറച്ച് വീടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേണ്ട അതിൻ്റെ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സൈഡിൽ കിടന്ന് ഓടുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ കണ്ടില്ലേ? പിന്നെ എന്ത് ചെയ്യാനാ, കോൺഗ്രസ് ഒരു നിലപാടെടുത്ത് വെച്ചിരിക്കുകയാണ്. രാഹുലിനെ ഇലക്ഷനിൽ മത്സരിപ്പിക്കത്തില്ല, കാരണം സ്ത്രീകളായിട്ടുള്ള വിഷയങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ട് മാത്രം. ഇപ്പം ഗണേഷിൻ്റെ വന്നില്ലേ, അവരവരുടെ പാർട്ടികളെ നിലനിർത്തുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയാണ്. ഞാനെന്തോ പറയാൻ, എന്തായാലും ജനങ്ങളുടെ തീരുമാനം എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണപ്പോലുള്ളവർമാരൊക്കെ ഇലക്ഷൻ നിൽക്കുവാണെങ്കിൽ 8 നില പൊട്ടിക്കുക. അത്രയും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. തോപ്പിച്ച് കൈ കൊടുക്കടേ, തോപ്പിച്ച് കൈ കൊടുക്കുക. ഞാൻ തൊഴുത് പറയുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, ലവ് യു ഓൾ ഗൈസ്.